അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഹാദി അബ്ദുള്ള അൽമനാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ കൂടെ ഇന്നുള്ളത് സജ്ജാദ് സാറാണ്. അപ്പോൾ എനിക്ക് സജ്ജാദ് സാറിനോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. സാധാരണ എൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്, എല്ലാം സൃഷ്ടിച്ചത് അള്ളാഹു ആണെങ്കിൽ പിന്നെ അള്ളാഹുവിനെ സൃഷ്ടിച്ചത് ആരാണ്? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹാദി അബ്ദുള്ള ഇവിടെ പറഞ്ഞ കാര്യം പൊതുവേ ഇപ്പോഴത്തെ തലമുറയിലുള്ള വിദ്യാർത്ഥി തലമുറയിൽ പ്രത്യേകിച്ചും, അപ്പോൾ ഹാദി അബ്ദുള്ള 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഈ പ്രായത്തിലൊക്കെ ഉള്ള കുട്ടികൾ പൊതുവെ ഉന്നയിക്കുന്ന ഒരു സംശയമാണ്, ചോദിക്കുന്ന ചോദ്യമാണ്. ചിലവർ ഇതൊരു ഉരുട്ട് ചോദ്യം എന്നുള്ള ആൾക്ക് ചോദിക്കുന്നവരുണ്ട്, ചില ആളുകൾ വളരെ ജെന്യൂനായിട്ട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്നവരുണ്ട്. എല്ലാം സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ ഒരു ദൈവമുണ്ട്, ഒരു കാരണം ഉണ്ടായേ തീരൂ, ഒരു ദൈവം ഉണ്ടായേ തീരൂ എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ എന്നാൽ പിന്നെ ആ ദൈവത്തെ സൃഷ്ടിച്ചത് ആരായിരിക്കും എന്നുള്ളൊരു സംശയം. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദി അബ്ദുള്ള ഇപ്പോൾ ആദി അബ്ദുള്ളൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, ത്രികോണത്തിൻ്റെ ട്രയാങ്കിളിൻ്റെ ഫോർത്ത് ആംഗിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആദി അബ്ദുള്ള എന്താ പറയാ? ഒന്നും പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്? കാരണം അതിന് വേറൊരു ആംഗിൾ ഇല്ല. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? 3 ആംഗിളാണ്. 3 ആംഗിൾസ് ഉള്ളതിനാണ് നമ്മൾ ട്രയാങ്കിൾ എന്ന് പറയാം. 3 ആംഗിൾ ഉള്ളതിനാണ് ട്രയാങ്കിൾ എന്ന് പറയുള്ളൂ. അപ്പൊ ട്രയാങ്കിളിന്റെ 4ാമത്തെ ആംഗിൾ ഏതാണെന്ന് ചോദിക്കുന്ന ചോദ്യം തന്നെ എന്താണ്? സത്യത്തില് ഇല്ലാത്ത ചോദ്യം, ഒരു പൊട്ട ചോദ്യമാണ് അല്ലെ? ഒരു യുക്തിക്കെതിരായിട്ടുള്ള ഇല്ലോജിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണെന്നുള്ള നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. വേറൊരു കാര്യം കൂടി ചോദിക്കാം. അപ്പോൾ ഞാൻ ഹാദി അബ്ദുള്ളൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, ഹാദി അബ്ദുള്ള, ഇവിടുന്ന് കോട്ടക്കലിലേക്കുള്ള അല്ലെങ്കിൽ ഇവിടുന്ന് മഞ്ചേരി ഭാഗത്തേക്കുള്ള ലാസ്റ്റ് ബസ് എപ്പോഴാണ്? അപ്പോൾ ഹാദി അബ്ദുള്ള പറയാണ് അത് രാത്രി 8:30-ക്കാണ്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ്? ആ ചോദ്യം തന്നെ അസ്ഥാനത്താണ്. കാരണം ഞാൻ ചോദിച്ചത് തന്നെ എന്താണ്, മഞ്ചേരിക്കുള്ള അല്ലെങ്കിൽ കോട്ടക്കുള്ള ലാസ്റ്റ് ബസ് എപ്പോഴാണെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഹാദി അബ്ദുള്ള പറഞ്ഞു 8:30-ക്കാണെന്ന്. പിന്നെ എൻ്റെ അടുത്ത ചോദ്യം എന്താ, അത് കഴിഞ്ഞിട്ട് എപ്പോഴാണെന്ന്. അപ്പം നമ്മൾ ശരിക്കും ഇവിടെ പരിചയപ്പെടുത്തുന്നത് ആരെക്കുറിച്ചാണ്? ഖാലിഖായ, സർവ്വതും സൃഷ്ടിച്ചവനായ ഒരു സ്രഷ്ടാവിനെ കുറിച്ച്. അതായത് ഒരു വസ്തുവിന്, ആരെങ്കിലും ഒരു വസ്തുവിനൊരു തുടക്കമുണ്ടെങ്കിൽ, ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിനും തുടക്കമുണ്ടല്ലോ, പ്രപഞ്ചത്തിന് തന്നെ ഒരു തുടക്കമുണ്ട്. പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. പ്രപഞ്ചം അനാദിയല്ല. സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ശാസ്ത്രം തള്ളിയ കാര്യമാണ്. പിന്നെ അംഗീകരിച്ചൊരു സിദ്ധാന്തം ഏതാണ്? ബിഗ് ബാങ് തിയറിയാണ്, മഹാവിസ്ഫോടന സിദ്ധാന്തമാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന കഴിയുന്ന ഒരു കാര്യമാണ് പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു തുടക്കക്കാരൻ എന്തായാലും അതിനുണ്ടാകും. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ പിന്നിൽ ആരുമില്ല എന്നാണ് പറയുന്നതെങ്കിൽ പിന്നെ ഒരു ചോദ്യം വരും, അങ്ങനെയെങ്കിൽ ഈ പ്രപഞ്ചം പിന്നെ എങ്ങനെ ഉണ്ടായി? ഈ പ്രപഞ്ചം ഒരു യാഥാർത്ഥ്യമാണല്ലോ, റിയൽ ആണല്ലോ. യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഒരു റിയലാണ്, ഇതിനെ നിഷേധിക്കാനൊന്നും പറ്റൂല. അപ്പോൾ പ്രപഞ്ചത്തിന് ഒരു ആരും സൃഷ്ടിച്ചതല്ല പ്രപഞ്ചത്തെ എങ്കിൽ പിന്നെ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? അതിന് ചോദിക്കാവുന്ന ഒരു ചോദ്യം എന്താ, അതിന് പറയാവുന്ന ഒരു വിശദീകരണം എന്താ? ഒന്നെങ്കിൽ പറയണം ക്രിയേറ്റഡ് ഫ്രം നത്തിങ്, ഒന്നുമില്ലായ്മയിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്, ആരും ഉണ്ടാക്കാതെ ഒന്നുമില്ലായ്മയിൽ നിന്നുണ്ടായി. അപ്പം ഞാൻ ചോദിക്കണം ആദ്യ അബ്ദുള്ളനോട്, എന്താണ് ഈ ഒന്നുമില്ലായ്മ? ഒന്നുമില്ലായ്മ പറഞ്ഞാൽ ഒന്നുമില്ലാത്ത അവസ്ഥ, അബ്സല്യൂട്ട് നത്തിങ്നെസ്, ഒന്നുമില്ലാത്ത അവസ്ഥ. അതിന് എന്തെങ്കിലും ഉണ്ടാവുമോ? ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു ഡെഫിനേഷൻ അല്ലെങ്കിൽ ആ ഒരു വിശദീകരണം നമുക്ക് സംതൃപ്തകരല്ല. പിന്നെ പറയാൻ പറ്റണം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതാണെന്ന് പറയണം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതാണെങ്കിൽ ആദ്യം ഇവിടെ പ്രപഞ്ചം ഉണ്ടാകണം. മൂന്നാമത്തെ ഒരു ഉത്തരം എന്താണ് പറയാൻ പറ്റുക? സൃഷ്ടിക്കപ്പെട്ട എന്തോ ഒരു വസ്തു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതാണെന്ന് പറയണം. അപ്പൊ സൃഷ്ടിക്കപ്പെട്ട ഒരു വസ്തുവാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെങ്കിൽ ആ സൃഷ്ടിക്കപ്പെട്ടതിനെ ആരോ സൃഷ്ടിച്ചതാണല്ലോ. അപ്പൊ അതിനെ ആര് സൃഷ്ടിച്ചു എന്ന് ചോദിക്കും, അതിനെ വേറൊരു സ്രഷ്ടാവ് സൃഷ്ടിച്ചു എന്ന് പറയേണ്ടി വരും. അപ്പൊ ആ സൃഷ്ടാവിനെ ആര് സൃഷ്ടിച്ചു എന്ന് ചോദിക്കും, അതിനെ വേറൊരു സ്രഷ്ടാവ് സൃഷ്ടിച്ചു എന്ന് പറയേണ്ടി വരും. ഇതിങ്ങനെ ഇൻഫിനിറ്റ് ആയി അനന്തമായി തുടർന്നു പോകും. ഏതുപോലെ ഇപ്പൊ ഞാൻ ആദി അബ്ദുള്ളൻ്റെ അടുത്ത് പറയാണ്, ആദി അബ്ദുള്ള എനിക്കൊരു 10 രൂപ തരും. അപ്പൊ ആദി അബ്ദുള്ള പറയണേ എനിക്ക് തരാൻ പറ്റൂല, എനിക്ക് വേറൊരു കുട്ടിനോട് ചോദിക്കണം, വേറൊരു വിദ്യാർത്ഥിനോട് ചോദിക്കണം. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പോയിട്ട് ഒരു 10 രൂപ തരും. അവൻ പറയണേ എനിക്ക് തരാൻ പറ്റില്ല, വേറൊരുത്തനോട് ചോദിക്കണം. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കും, ഒരു 10 രൂപ തരും. അവൻ പറയണേ എനിക്ക് തരാൻ പറ്റില്ല, വേറൊരുത്തനോട് ചോദിക്കണം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് 10 രൂപ കിട്ടുമോ? ഇല്ല. ആരോട് സമ്മതം ചോദിക്കാതെ സ്വന്തം പോക്കറ്റിൽ നിന്ന് 10 രൂപ എടുത്ത് തരാൻ കഴിയുള്ള ഒരാളുടെ അടുത്ത് എത്തുന്നത് വരെ എനിക്ക് ആ 10 രൂപ കിട്ടൂല. ഇതേപോലെയാണ് സൃഷ്ടിക്കപ്പെട്ടതിന് ആര് സൃഷ്ടിച്ചു എന്നുള്ള ചോദ്യം അങ്ങനെ വരുമ്പോൾ അത് ഇൻഫിനിറ്റായി അനന്തമായി തുടർന്ന് അങ്ങനെ പോകും. അതിനൊരു ഉത്തരം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ ലോജിക്കിന്, നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും ഒക്കെ ചേരുന്ന ഉത്തരം എന്താ? സൃഷ്ടിക്കപ്പെടാത്ത സർവ്വ കാരണങ്ങൾക്കും അതീതനായ
ഒരു സ്രഷ്ടാവ്, ആ സ്രഷ്ടാവ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചു എന്ന് പറയലാണ് ബുദ്ധി. അതാണ് ശരിക്കും വേണ്ടത്, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു സ്രഷ്ടാവിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, എല്ലാം സൃഷ്ടിച്ച ഒരു സ്രഷ്ടാവിനെ കുറിച്ച്. പിന്നെയും ചോദിക്കാണ്, അങ്ങനെയെങ്കിൽ അതിനാരാ സൃഷ്ടിച്ചത്? നമ്മൾ പറയുന്നതിന് ആരെ പറ്റിയിട്ടാ? സ്രഷ്ടാവിനെ പറ്റിയിട്ടാ. ട്രയാങ്കിളിന്റെ തേർഡ് ആംഗിൾ, ഫോർത്ത് ആംഗിൾ ഏതാന്ന് ചോദിക്കുന്ന പോലെയാണ് ഈ ചോദ്യം. നമ്മൾ പറയുന്നതിനെ ട്രയാങ്കിളിനെ പറ്റിയിട്ടാണ്, നമ്മൾ പറയുന്നതിനെ ഖാലിക്കായ അള്ളാഹിനെ പറ്റിയിട്ടാണ്, എല്ലാം സൃഷ്ടിച്ച സ്രഷ്ടാവായ അള്ളാഹിനെ പറ്റിയിട്ടാണ്. പിന്നെ ആ അള്ളാഹുവിനെ ആരാ സൃഷ്ടിച്ചതെന്ന് ചോദിക്കുന്ന ചോദ്യം അസ്ഥാനത്താണ്. കാരണം ദൈവത്തിൽ ഉണ്ടാകേണ്ട ഗുണമാണ് എന്ത്? ദൈവം എല്ലാം സൃഷ്ടിച്ചവനാകണം, ദൈവത്തെ ആരും സൃഷ്ടിച്ചവനാകരുത് എന്നുള്ളത്. ഇനി നമ്മൾ ഒരു വസ്തുവിനെ സൃഷ്ടിക്കണമെങ്കിൽ ആ വസ്തു സൃഷ്ടിക്കപ്പെട്ട ഒരു വസ്തുവാണെങ്കിൽ, ക്രിയേറ്റ് ചെയ്യപ്പെട്ട, ഡിസൈൻ ചെയ്യപ്പെട്ട ഒരു വസ്തുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനൊരു തുടക്കം ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമാണ് ഹാദി അബ്ദുള്ളയും ഞാനൊക്കെ സൃഷ്ടികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു തുടക്കമുണ്ട്. അതേപോലെ തന്നെ പ്രപഞ്ചം ഒരു സൃഷ്ടിയാണ്, അതുകൊണ്ട് പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവിന് തുടക്കം ഉണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ ഒരു തുടക്കക്കാരൻ ഉണ്ടാകും, അതിനെ തുടങ്ങി വെച്ച ഒരാളുണ്ടാകും. അപ്പോൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക, ഇതിനെ നമുക്ക് സയൻറ്റിഫിക്കലി തന്നെ, ശാസ്ത്രീയമായിട്ട് തന്നെ ഒന്ന് വിശദീകരിച്ച് നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്കാരോട് തിരിച്ച് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാം. ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്ന് ചോദിക്കുന്ന ആളുകളോട് അങ്ങോട്ട് ചോദിക്കാം, ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായത്? അപ്പോൾ അവർ പറയുന്നത് അതൊരു ബിഗ് ബാങ്കിലൂടെ, മഹാവിസ്ഫോടനത്തിലൂടെയാണ് പ്രപഞ്ചം ഉണ്ടായത്. അപ്പോൾ നമ്മൾ ചോദിക്കാം, ബിഗ് ബാങ്കിന് മുമ്പ് എന്താണ്? അവർ പറയും ബിഗ് ബാങ്കിന് മുമ്പ് എന്ന് പറയാൻ പറ്റില്ല, കാരണം മുമ്പ് ശേഷം എന്നൊക്കെ പറയണമെങ്കിൽ നമ്മുടെ മുമ്പിൽ സമയം, ടൈം എന്ന് പറയുന്ന ഒരു ഡൈമെൻഷൻ വേണം. ടൈം എന്ന് പറയുന്ന ഒരു ഡൈമെൻഷൻ ഉണ്ടെങ്കിലാണ് നമുക്ക് മുമ്പ് ശേഷം എന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലേ? ഇപ്പം സമയം എത്രയായി? ഇപ്പം സമയം എത്രയായി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 9:30 എന്ന് കൂട്ടിക്കോ, 9:30 ആയി. അപ്പോൾ 9:30 ആയി നമുക്ക് പറയാൻ പറ്റണത് എന്തുകൊണ്ടാണ്? 9:30ക്ക് മുമ്പ് ഇങ്ങനെ നടന്നു, 9:30ക്ക് ശേഷം ഇവിടെ ഒരു പീരീഡ് ഉണ്ട് എന്നൊക്കെ പറയാൻ പറ്റുന്നത് ഈ ടൈം എന്ന് പറയുന്ന 9:30 എന്ന് പറയുന്ന ഒരു സമയം നമ്മുടെ മുമ്പിലുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഒരു കാര്യത്തിന് മുമ്പ് ശേഷം എന്ന് പറയാൻ പറ്റണമെങ്കിൽ നമ്മുടെ കയ്യിൽ ടൈം എന്ന് പറയുന്ന ഒരു ഡൈമെൻഷൻ വേണം. അപ്പോൾ പ്രപഞ്ചത്തിന് മുമ്പ്, പ്രപഞ്ചത്തിന് ശേഷം, അല്ലെങ്കിൽ മഹാവിസ്ഫോടനം സംഭവിക്കുന്നതിന് മുമ്പ്, പ്രപഞ്ചം ഉണ്ടായത് മഹാവിസ്ഫോടനത്തിലൂടെ, ബിഗ് ബാങ്ക് കൂടെ. അപ്പോൾ ബിഗ് ബാങ്കിന് മുമ്പ് ശേഷം എന്ന് പറയാൻ പറ്റണമെങ്കിൽ ടൈം വേണം. സയൻസ് പറയുന്നത് ടൈമും സ്പേസും, സമയവും സ്ഥലവും ഒക്കെ ആരംഭിച്ച തന്നെ ബിഗ് ബാങ്കിലൂടെയാണ്. മനസ്സിലായ? ബിഗ് ബാങ്കിലൂടെയാണ് ടൈമും സ്പേസും ഉണ്ടായത് തന്നെ. അപ്പം അങ്ങനെയാണെങ്കിൽ ബിഗ് ബാങ്കിന് മുമ്പ് സമയം ബാധകമല്ല എന്ന് ഉറപ്പായല്ലോ. കാരണം ടൈം ഉണ്ടായത് തന്നെ, സമയം ഉണ്ടായത് തന്നെ ബിഗ് ബാങ്കിലൂടെ ആണെങ്കിൽ ബിഗ് ബാങ്കിന് മുമ്പ് സമയമില്ല. അപ്പൊ ബിഗ് ബാങ്കിന് തന്നെ കാരണക്കാരനായ, ബിഗ് ബാങ്ക് സംഭവിക്കാൻ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് പൊട്ടിത്തെറിച്ചത്. അപ്പൊ ആ ഫോഴ്സിന് കാരണക്കാരനായ ദൈവത്തിന് സമയം ബാധകാവൂല. അപ്പൊ സമയം ബാധകമല്ലാത്ത ഒന്നിനെ തുടക്കം ഒടുക്കും ഉണ്ടാവില്ല, സ്റ്റാർട്ടിങ്ങും ഉണ്ടാവില്ല, എൻഡിങ്ങും ഉണ്ടാവില്ല. അപ്പൊ തുടക്കം ഒടുക്കില്ലാത്തതിനെ ആരെങ്കിലും സൃഷ്ടിക്കണോ? വേണ്ട, അത് ഇവിടെ ഉള്ളതാണ്. അപ്പൊ ദൈവത്തെ ആരും സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല, ദൈവം ഇവിടെ ഉള്ള കാര്യമാണ്. നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഒരു ലെവലിലേക്ക്, സൃഷ്ടികളുടെ ലെവലിലേക്ക് ദൈവത്തെ കൊണ്ടുവരുമ്പോഴാണ് ഈ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഉത്തരം. നമ്മൾ മനസ്സിലാക്കുക, ഇത്തരം സംശയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് പിശാച് നമ്മുടെ മനസ്സുകളിൽ ദുർബോധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിശാച് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം അബ്ദുള്ള അഊദു ബില്ലാഹി റജീം എന്ന് ആത്മാർത്ഥമായിട്ട് പറയാം, അല്ലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് ഉണ്ട്, അതിൽ നബി പറയുന്നത് എന്താ? സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാനല്ലേ? തീർച്ചയായിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളിൽ ചില ആൾക്കാർ ഇങ്ങനത്തെ ഒരു സംശയം വന്ന് ഉന്നയിച്ചു. അവർക്ക് അള്ളാഹുവിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഒന്നുമല്ല, പിശാച് ഉണ്ടാക്കുന്ന ദുർബോധനങ്ങളിലാണ് ഇങ്ങനത്തെ സംശയം ചോദിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക എന്ന്. ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുകയാണെങ്കിൽ അതിന് കൃത്യമായി മറുപടി ഉണ്ടെന്ന് കാണാനും പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഇസ്ലാമിക വശം എന്താണെന്ന് നമ്മൾ അതിൽ പറഞ്ഞു. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു സയൻറ്റിഫിക് വശം കൂടി നമുക്ക് പറയാൻ പറ്റി എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ്.